മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥി അഭിമന്യുവിന്റെ വിയോഗം ഇന്ന് മാതാപിതാക്കൾക്ക് വിശ്വസിക്കാനാകുന്നില്ല. മകന്റെ സ്വപ്നം പോലെ പുതിയ വീട് യാഥാർത്ഥ്യമായെങ്കിലും വട്ടവടയിലെ വീട്ടിൽ പോയി കുറച്ചുനേരം ഇരിക്കും. അവൻ അവിടെയല്ലേ ഉണ്ടായിരുന്നതെന്നാണ് അമ്മ ഭൂപതിയുടെ വിതുമ്പൽ. അഭിമന്യു കേരളത്തിന്റെ മകനാണ്. അവന്റെ കൊലയാളികളെ ഇനിയും പിടികൂടിയിട്ടില്ലെന്നും അവർ പുറം ലോകത്ത് വിഹരിച്ചാൽ അത് തങ്ങൾക്ക് മാത്രമല്ല കേരളത്തിന്റെ നഷ്ടം കൂടിയാണെന്നും അച്ഛൻ മനോഹരൻ മറുനാടൻ ടിവിയോട് പറഞ്ഞു. അഭിമന്യു എൻ്റെ മകൻ മാത്രമല്ല, കേരളത്തിന്റെ മകനാണ്. കേരളത്തിൽ ഈ സംഭവം നടന്നിരിക്കുന്നതെന്ന് എങ്ങനെയെന്ന് എല്ലാവർക്കും അറിയാം. ഞങ്ങളുടെ നഷ്ടം കേരളം അറിഞ്ഞിട്ടുണ്ട്, ഇനിയും അറിയണം. കുത്തിയവൻ പോകട്ടെ എന്ന് കരുതിയാൽ ഇപ്പോൾ പിടിയിലായ 8 പേർക്കും ജാമ്യം നൽകേണ്ടി വരും. അവർ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാൽ അത് അച്ഛനും അമ്മയ്ക്കും കേരളത്തിനും നഷ്ടമാണ്. കൊല്ലപ്പെട്ട അഭിമന്യുവിന്റെ പിതാവ് മനോഹരൻ മകന്റെ പേരിൽ പാർട്ടി പുതുതായി നിർമ്മിച്ചു നൽകിയ വട്ടവടയിലെ വീട്ടിൽ വെച്ച് മറുനാടനോട് മനസ്സ് തുറക്കുന്നത് ഇങ്ങനെയാണ്. മരിച്ചുപോയാലും കേരളം പാർട്ടിയും എല്ലാം തീരുമാനിച്ചതിനാണ് എനിക്ക് വീട് വെച്ച് തന്നു. പിന്നെ മകളുടെ വിവാഹത്തിന് സ്വർണ്ണം എടുത്ത് തന്നു, തുണിയെടുത്ത് തന്നു. എനിക്കതെല്ലാം നല്ല ഇഷ്ടപ്പെട്ടു പോയി. വീട് വെച്ച് തന്നു. മുഖ്യമന്ത്രി വന്ന് ഈ താക്കോൽ തന്നു. പാർട്ടി എടുക്കുന്ന കാര്യം കേരളത്തെ മകനാണ്. ഇവൻ കേരളത്തെ മകനെക്കുറിച്ച് എല്ലാവരും നഷ്ടപ്പെട്ടു പോയി. കൊലയാളികൾ ഇപ്പോൾ 8 പേര് നേരത്തെ കിട്ടിയിട്ടുണ്ട്. ഇനി മുഖ്യപ്രതി ഇന്നും കിട്ടില്ല. അത് പാർട്ടി പിടിക്കും, പിടിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അത് പാർട്ടിക്ക് അറിയും. പാർട്ടി എല്ലാം അറിഞ്ഞില്ല നടത്തണേ. അത് ഇനിയും നടക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. 14-ന് മുഖ്യമന്ത്രി പിണറായി വിജയനെത്തി വീടിന്റെ താക്കോൽ നൽകിയിരുന്നെങ്കിലും കഴിഞ്ഞ തിങ്കളാഴ്ച പാലുകാച്ചലിന് ശേഷമാണ് മനോഹരനും കുടുംബവും ഇവിടേക്ക് താമസം മാറ്റിയത്. വട്ടവടയിൽ നിന്നും 3 കിലോമീറ്ററോളം അകലെ വട്ടവട കൊടൈക്കനാൽ റോഡിന്റെ സമീപമാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ അവൻ നിറഞ്ഞു നിൽക്കുന്ന വട്ടവടയിലെ വീട്ടിൽ പറ്റുമ്പോഴൊക്കെ ഓടിയെത്തും. പുതിയ വീട് അവന്റെ സ്വപ്നമായിരുന്നെങ്കിലും ഇവിടെ അവനില്ലല്ലോ എന്നാണ് അമ്മ ഭൂപതി തേങ്ങുന്നത്. இன்னைக்கு அந்த நிலவரத்துக்கு இருந்த என் மகன் இவங்களை விட்டு மகன் ரொம்ப சங்கடம். என் மகன் மறிக்கும் போது ஒரு பச்சை தண்ணி கூட கொடுக்க ஆண்டாங்க. எப்படி என் மகன் உயிர் வச்சது எங்களுக்கு என்ன தெரியும். வீடு என்ன வாசல் என்ன என் மகன் என்ன 3 நாளும் அந்த வீட்டிலே வரட்டும் என்ன இந்த வீட்டில் நாங்கள் வழங்க முடியும். വീട് കാണാൻ പാർട്ടിക്കാരും എത്തുന്നുണ്ട്. അഭിമന്യുവിന്റെ ഓർമ്മകളാണ് ഞങ്ങളെപ്പോലെയുള്ള പാർട്ടി പ്രവർത്തകരുടെ ആവേശമെന്നാണ് ഇക്കൂട്ടർ പറയുന്നത്. വർഗീയത തുലയട്ടെ എന്ന് അഭിമന്യു ഉയർത്തിയ മുദ്രാവാക്യത്തിന് ഏറെ പ്രസക്തിയുള്ള കാലമാണിത്. സമൂഹത്തിനുണ്ടായ കനത്ത നഷ്ടമാണ് സഖാവിന്റെ മരണം. പ്രയാസത്തോടെയാണെങ്കിലും ഏറെ അഭിമാനത്തോടെയാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. കണ്ണൂർ തലശ്ശേരി തൃപ്പംകോട്ടു നിന്നും അഭിമന്യുവിന്റെ വട്ടവടയിലെ പുതിയ വീട്ടിലെത്തിയ CPM പ്രവർത്തകർ പറഞ്ഞു. ഒരിക്കലും ഒരു വിപ്ലവകാരി കരയരുത്. പക്ഷേ നമുക്ക് വല്ലാത്ത പ്രയാസം തോന്നുന്നു. തീർച്ചയായും 1000 അഭിമന്യുവാർ ഈ നാട്ടിൽ ഇനിയും ഉയരും. ഈ വർഗീയ ശക്തികൾ അവരൊരിക്കലും അഭിമന്യുവെ ഇല്ലാതാക്കിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാൻ അവർക്ക് കഴിയില്ല. വീട്ടിലെത്തിയ 4-അംഗ സംഘം അഭിമന്യുവിന്റെ ഫോട്ടോകൾ അടുക്കി സൂക്ഷിച്ചിട്ടുള്ള മുറിയിലെത്തി മരണമടഞ്ഞ സഖാവിന് വിപ്ലവ അഭിവാദ്യമർപ്പിക്കുകയും മാതാപിതാക്കളായ മനോഹരനും ഭൂപതിയെയും ആശ്വസിപ്പിക്കുകയും ചെയ്തു. മകന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചുമെല്ലാം ഇവർക്ക് മുന്നിൽ വിവരിച്ചപ്പോൾ മനോഹരന്റെയും ഭൂപതിയുടെയും മിഴികളിൽ നിന്ന് കണ്ണുനീർ ഇറ്റു വീഴുന്നുണ്ടായിരുന്നു. വട്ടവടയിൽ നടപ്പിലാക്കേണ്ട വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും ഭാവി പ്രവർത്തനങ്ങളെക്കുറിച്ചുമെല്ലാം അഭിമന്യു എഴുതി സൂക്ഷിച്ചിട്ടുള്ള കുറിപ്പും മനോഹരൻ സംഘങ്ങളെ കാണിച്ചു. അഭിമന്യുവിൻ്റെ പുതിയ വീട്ടിൽ നിന്നും മറുനാടൻ ടിവിക്ക് വേണ്ടി പ്രകാശ് ചന്ദ്രശേഖർ.